ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേവതി ഓർക്കാണ് സച്ചിയുടെ കൂട്ടുകാരൻ പറഞ്ഞതും സച്ചി പറഞ്ഞതും എല്ലാം ഓർത്ത് എങ്ങനെയെങ്കിലും ഇതൊന്ന് തെളിയിക്കണം, ഇത് സച്ചി കുടിച്ച ബാറിൽ പോയി അന്വേഷിക്കണം, ഇതിനൊരു തെളിവ് കണ്ടെത്തണം എന്നൊക്കെ രേവതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. സച്ചി സ്റ്റേഷനിൽ ചെന്ന് കാറ് വിട്ട് കിട്ടാനായി അങ്ങോട്ട് ചെല്ലുകയാണ്. അവിടെ ചെന്ന് കാറ് കണ്ടിട്ട് കാറിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ SI ചോദിക്കുകയാണ്, എന്താടാ നീ എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അകത്തേക്ക് ചെന്നിട്ട് എൻ്റെ കാറൊന്ന് വിട്ടുതാ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല സാറേ, ഞാൻ കള്ള് കുടിച്ചിട്ടില്ല എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പോലീസുകാർ സച്ചിയെ കളിയാക്കുകയാണ്, വൈറലായ ഒരു കള്ളുകുടിയനാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. എന്നിട്ട് അവിടുത്തെ ഒരു സാർ പറഞ്ഞു A4 ഷീറ്റ് കൊണ്ടുവരാൻ. അപ്പോൾ അങ്ങനെ സച്ചി വിഷമത്തോടെ പോയി അത് കൊണ്ടുവന്നതിന് ശേഷം അടുത്ത സാറ് പറയാണ്, എനിക്ക് ചായയും വടയും വേണം, അത് പോയി കൊണ്ടുപോകാന്ന്. അങ്ങനെ സച്ചി അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നീ പുറത്തിരിക്കുക, SI വരട്ടെ, വന്നിട്ട് സംസാരിക്കാം എന്ന് പറയാണ്. സച്ചി എന്നിട്ടും ചോദിക്കുന്നുണ്ട്, എൻ്റെ കാറ് വിട്ടുതാ, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ സച്ചി അങ്ങനെ പുറത്ത് അവിടുത്തെ SIയെ കാത്ത് പുറത്തിരിക്കുകയാണ്. സച്ചിയാണെങ്കിൽ പുറത്ത് കാത്തു നിന്ന് കുറച്ച് കഴിഞ്ഞതിന് ശേഷം SI വരികയാണ്. SI വന്ന് അകത്തേക്ക് സച്ചിയെ വിളിച്ചു കാര്യങ്ങളൊക്കെ പറയണം. എന്നാലും സച്ചിയെ അങ്ങനെ കള്ള് കുടിച്ചതിൻ്റെ പേരിൽ ഒരുപാട് കളിയാക്കുകയാണ്. എന്നാലും സച്ചി പറയുന്നുണ്ട്, സാറേ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. എന്നാലും സാറേ ഞാൻ എന്നാൽ ഫൈൻ അടച്ച് എനിക്ക് എൻ്റെ കാറ് വിട്ടു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത്രയും സച്ചി എന്താ പറയുക, SIൻ്റെ കാല് പിടിക്കുന്ന രീതിയിൽ വരെ സംസാരിച്ചിട്ടും ആ കാറ് സച്ചിക്ക് വിട്ടു കൊടുക്കുന്നില്ല. എന്നിട്ട് കോടതിയിൽ കേസ് വിളിക്കുമ്പോൾ അപ്പോൾ ചെന്ന് വാങ്ങിയാൽ മതി എന്ന് പറയാണ്. അങ്ങനെ സച്ചി കരഞ്ഞ് അവിടുന്ന് വിഷമത്തോടെ ഇറങ്ങുകയാണ്. രേവതിയാണെങ്കിൽ സച്ചിക്കുണ്ടായ പേരുദോഷം മാറ്റാനായിട്ട് ബാറിലേക്ക് വരികയാണ്. അവിടെ ചെന്ന് അന്വേഷിച്ച് തെളിവ് സഹിതം എങ്ങനെയെങ്കിലും അതിനൊരു തെളിവുണ്ടാക്കണമെന്ന് കരുതി അവിടെ പുറത്ത് കാത്തു നിൽക്കുകയാണ്. അവിടെയാണെങ്കിൽ ചെന്നപ്പോഴാണെങ്കിൽ ബാറ് തുറന്നിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്. 2 ആൾ വന്നിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന 2 ആൾ വന്നിട്ട് രേവതിയെ മോശമായി പറയുകയാണ്. രേവതി കുടിക്കാൻ വന്നതാണ്, രേവതിയെ അങ്ങനെ വൈറലാക്കാൻ വേണ്ടി നോക്കുമ്പോൾ വീഡിയോസ് എടുത്തപ്പോൾ ആ ആളോട് രേവതി പറയാണ്, ഒന്നും ഇങ്ങോട്ട് അടുത്തേക്ക് നിൽക്കുമെന്ന്. അപ്പോൾ രേവതി ആണെങ്കിൽ അയാളെ കാരണം അടക്കാണ്ട് പൊട്ടിച്ചു. ആ പൊട്ടിച്ചതിന് ശേഷം രേവതി കാര്യങ്ങൾ പറയാണ്. എൻ്റെ ഭർത്താവ് 2 ദിവസം ഈ ബാറിൽ വന്നിട്ട് പേരുദോഷം കേട്ടതിനെ കുറിച്ച് എല്ലാം സത്യങ്ങളും രേവതി അവരോട് പറയാണ്. അപ്പോൾ അവരെ തന്നെ എന്നിട്ട് രേവതിയുടെ സത്യങ്ങൾ പുറലോകമായി അറിയിക്കുകയാണ്. അങ്ങനെ സച്ചിക്ക് എതിരായത് വൈറലായ വീഡിയോ തിരുത്തുകയാണ് രേവതി. അപ്പോൾ തന്നെ രേവതി ആ യൂട്യൂബറോട് ചോദിക്കുകയാണ്, എത്ര പെട്ടെന്നാണ് നിങ്ങളെ സ്വഭാവം മാറിയത് എന്ന്. അപ്പോൾ ആൾ പറയണം, ഇത് എന്തായാലും യൂട്യൂബിൽ ഇടണം, വൈറലാക്കണം, ഇതിന് ഒരു സത്യം പുറലോകമായി തെളിയിക്കണം എന്നൊക്കെ രേവതിയോട് അങ്ങോട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ തന്നെ രേവതി ആളോട് പറയാണ്, നിങ്ങൾ എനിക്കൊരു ഹെൽപ്പും ചെയ്യണ്ട, നിങ്ങൾക്ക് പ്രശസ്തമാവാൻ വേണ്ടി നിങ്ങൾ എന്തും ചെയ്യുമെന്ന് രേവതി അവരോട് തന്നെ തുറന്നടിച്ച് പറയാണ്. നിസ്സഹായരായ സാധാരണക്കാരുടെ ജീവിതം വെച്ചാണ് നിങ്ങൾ ഈ കളിക്കുന്നത്. നിങ്ങൾ എന്ത് കിട്ടിയാലും യൂട്യൂബിലിടും, അത് എത്ര ആൾക്കാരുടെ ജീവിതമാണ് ഇങ്ങനെ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്കറിയോ എന്നൊക്കെ രേവതി അയാളോട് പറയാണ്. രേവതി എന്നിട്ട് അവരോട് പറയാണ്, ഇനി നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും, വേഗം നിങ്ങൾ ഇവിടുന്ന് സ്ഥലം വിട്ടോ എന്ന് രേവതി അവരോട് പറയാണ്. അങ്ങനെ ബാറിൻ്റെ ഉടമ ബാറ് തുറന്നതിന് ശേഷം രേവതി അകത്തേക്ക് കയറാണ്. എന്നിട്ട് ബാറിൻ്റെ ആളോട് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എൻ്റെ ഭർത്താവ് പകൽ കുടിക്കില്ല, പകൽ അങ്ങനെ കുടിക്കാത്ത ആളാണ്, കുടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കില്ല എന്നൊക്കെ. അപ്പോൾ ആള് രേവതിയോട് പറയണേ, നിങ്ങളുടെ ഭർത്താവാണല്ലേ ഞങ്ങളെ ബാറിന് പോലും പേരുദോഷം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് രേവതിയെ വിഷമിച്ച് നിൽക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്